നെയ്മർ ഇല്ല. മൊറോക്കയെ മറികടക്കാൻ ഏത് ഫോർമേഷനിലായിരിക്കും ബ്രസീൽ ടീം ഇറങ്ങുക എന്ന വലിയ ആവേശത്തിലാണ്. ആഞ്ചലോട്ടി ഒരുക്കി വെച്ച ആ സസ്പെൻസ് എന്തായിരിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിച്ചേക്കാം. ഇന്നത്തെ ഫോർമേഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഫോർമേഷനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ബ്രസീൽ ടീമിന്റെ ഫോർമേഷൻ. ഗോൾ കീപ്പർ അലിസൺ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഗോൾ വലകാക്കാൻ അവരുടെ ഏറ്റവും വിശ്വസ്തനായ താരം അലിസൺ ബക്കറാണ് ഉണ്ടാവുക. അലിസണിന് തൊട്ടു മുന്നിലായി 4 പേർ: ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ, ഒപ്പം തന്നെ സാൻഡ്രോ. ഇതാണ് അവരുടെ ബാക്ക് ഫോർ ഉണ്ടാവുക. മാർക്കിഞ്ഞോസ് സമീപകാലത്ത് PSG-ക്കായി ചാമ്പ്യൻസ് ലീഗ് തുടരെ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഗബ്രിയേൽ അടക്കമുള്ള മികച്ച താരങ്ങളുണ്ട്. പക്ഷേ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കിനെ കുറിച്ചൊക്കെ തന്നെ ആശങ്കകളുണ്ട്. അവരുടെ സമീപകാല ഫോമിനെ കുറിച്ച് ആശങ്കകളുണ്ട് ബ്രസീൽ ടീമിന്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ നിര വെച്ച് മൊറോക്കോയെ അടിച്ചിടാം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മൊറോക്കോയുടെ കൗണ്ടർ അറ്റാക്കുകളെ തടുത്തിടാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിലേക്ക് പോകാം. അവരുടെ വിശ്വസ്തനായ കാസമീറോയും ഒപ്പം തന്നെ ബ്രൂണോ ഗിമറൈസും ഉണ്ട്. അവർ രണ്ടുമാണ് ഉള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി സമീപകാലത്ത് ഈ സീസണിൽ ഉഗ്രൻ പ്രകടനമാണ് കാസമീറോ കാഴ്ചവെക്കുന്നത്. അവിടെ നിന്ന് നേരെ അവരുടെ ഫ്രണ്ട് ലൈനിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് 2 പ്ലേയേഴ്സ് എന്ന് തന്നെ പറയേണ്ട 2 താരങ്ങൾ വിനീഷ്യസ് ജൂനിയറും ഒപ്പം തന്നെ റാഫീഞ്ഞയും. ക്ലബ്ബ് തലത്തിൽ അവർ രണ്ടുപേരും എതിരാളികളാണ്. വിനീഷ്യസ് കളിക്കുന്നത് റയൽ മാഡ്രിഡിനെങ്കിൽ റഫീഞ്ഞ കളിക്കുന്നത് ബാഴ്സയ്ക്കാണ്. നമ്മൾ എൽ ക്ലാസിക്കോയിലൊക്കെ തന്നെ ഇരു താരങ്ങളുടെയും പോരാട്ടം, ഇല്ലെങ്കിൽ നേർക്കുനേർ പോരാട്ടം നമ്മൾ കണ്ടതാണ്. പക്ഷേ മഞ്ഞക്കുപ്പായത്തിൽ അവർ ഒരുമിക്കുന്നു. ഇരു വിങ്ങുകളിൽ നിന്ന് ഇന്ന് കുതിച്ചു പാഞ്ഞ എതിരാളികളെ കീറിമുറിക്കാൻ, അവരെ അടിച്ചിടാൻ റഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും കൈകോർക്കും. എന്നാൽ ഇത്തവണ അവരുടെ മധ്യനിരയിലെ താരം പക്വേറ്റയ്ക്കായിരിക്കും കൂടുതൽ റോൾ ഉണ്ടാവുക. അവരുടെ ഒരു സെൻട്രൽ എഞ്ചിൻ എന്നൊക്കെ വേണമെങ്കിൽ ഒരു മിഡ്ഫീൽഡ് ഏറ്റവും പ്രധാന താരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നെയ്മാർ ജൂനിയർ കളിക്കേണ്ട പൊസിഷനാണ്. നെയ്മാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലുക്കാസ് പക്വേറ്റയ്ക്കായിരിക്കും ആ പൊസിഷനിൽ കാര്യമായി പണിയെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ റഫീഞ്ഞയും വിനീഷ്യസും കയറി കളിക്കുമ്പോൾ പിന്നോട്ട് വരുന്ന കൗണ്ടർ അറ്റാക്കിനെയൊക്കെ തന്നെ തടുത്തിട ആവശ്യമൊക്കെ തന്നെ അവർക്കാണ് വരിക. മുന്നേറ്റ നിരയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മത്യാസ് കുനിയ ഉണ്ട്. മത്യാസ് കുനിയ ഒരു സെൻട്രൽ ഫോർവേഡ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അവർക്ക് എൻട്രിക്ക് അടക്കമുള്ള താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും കാർലോ ആഞ്ചലോട്ടി വിശ്വാസമർപ്പിക്കുന്നത് മത്യാസ് കുനിയയിൽ തന്നെയാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അത് ഈ സീസണിൽ മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് സമീപ കളികളിൽ സീസണിന്റെ എൻഡിലൊക്കെ തന്നെ നന്നായി തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മത്യാസ് കുനിയെ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഫോർവേഡ് ആക്രമണങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയാണ്.